ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ സഭയെ സംബന്ധിച്ച് ഇത് ആഗമന കാലഘട്ടം. ലോകരക്ഷകനായ ദൈവം തമ്പുരാൻ തൻ്റെ ഉന്നതമായ മഹിമ അവസ്ഥയിൽ നിന്ന് പാൽ പുഞ്ചിരി തൂകും ശിശുവിൻ ഭാവത്തിൽ മനുഷ്യരോടൊപ്പം ഭൂമിയിലായ പുണ്യപ്പെട്ട ഓർമ്മയുടെ കാലം. എന്നാൽ ഈ ഓർമ്മകൾക്കപ്പുറമായി ക്രിസ്മസിൻ്റെ സാരാംശം നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ യുഗാന്ത്യ പ്രത്യാശയും പ്രതീക്ഷയും ഈ ക്രിസ്മസ് പങ്കിടുകയാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ക്രിസ്മസ് ഒരു അനുഭൂതിയായിരിക്കണം, ഒരു അർപ്പണമാകണം. ആഘോഷം മാത്രമല്ല, അർത്ഥവത്തായ ഒരു ക്രിസ്തീയ സാക്ഷ്യമാകണം. ജീർണതകളിൽ നിന്ന് പുനരുത്ഥാനത്തിലേക്കുള്ള നാൾ വഴികളാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ ഓർക്കുകയും രക്ഷകനെ വരവേൽക്കാൻ നാം സ്വയം ശുദ്ധീകരിച്ച് പുതുക്കി നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യണം. നോമ്പിൻ്റെ 16-ാം ദിവസമായ ഇന്നത്തെ ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാകുന്നു. കുറിവാക്യമായി 9-ാം വാക്യം: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. യേശുക്രിസ്തുവിൻ്റെ 1ഉം 2ഉം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ വളരെ ശക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് സെക്കറിയ പ്രവാചകന്റെ പുസ്തകം. ഈ ഭാഗത്തിലൂടെ സെക്കറിയ പ്രവാചകൻ സിയോനിലെ രാജാവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള സുവാർത്ത നൽകുകയാണ്. ഇവിടെ ബാബിലോണിയൻ അടിമത്തത്തിന് ശേഷം ഇസ്രായേൽ ജനം യെരുശലേമിൽ മടങ്ങിയെത്തിയപ്പോൾ അവരുടെ ഉള്ളം ആകുലപ്പെടുകയാണ്, തങ്ങളുടെ നഗരത്തിൻ്റെ ഭാവിയെ ഓർത്തുകൊണ്ട്. പുനർനിർമ്മാണത്തിൻ്റെ നേതൃത്വത്തിനു വേണ്ടിയുള്ള ശക്തമായ കാത്തിരിപ്പാണ്. സുസ്ഥിരമായ ഒരു നഗരത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അവരുടെ സ്വപ്നങ്ങൾ തകർന്നു പോകുന്ന നിമിഷത്തിലാണ് ദൈവം തൻ്റെ ദാസനായ സെക്കറിയ പ്രവാചകനിലൂടെ പ്രത്യാശയുടെ കിരണങ്ങൾ അയക്കുന്നത്. പൂർണ്ണമായി മനസ്സ് തകർന്ന ജനത്തെ രക്ഷിക്കുന്നതിനും വീണ്ടെടുപ്പ് പ്രാപിക്കുന്നതിനും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ടെന്ന് സെക്കറിയ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ യേശുക്രിസ്തുവിനെ രാജാവ് എന്ന് 4 വിധത്തിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമതായി, ഈ രാജാവ് നീതിമാനാണ്. യേശുക്രിസ്തു ദൈവഹിതം പൂർണ്ണമായി അനുസരിക്കുകയും അതനുസരിച്ച് ഭൂമിയിലെ തൻ്റെ ദൗത്യം നിറവേറ്റുകയും ചെയ്തു. എല്ലാ സൃഷ്ടികൾക്കും രക്ഷയുടെ സുവാർത്ത പ്രഖ്യാപിക്കുന്ന സമാധാന സന്ദേശമാണ് യേശുക്രിസ്തുവിൻ്റെ സന്ദേശം. രണ്ടാമതായി, ഈ രാജാവ് രക്ഷകനാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതിന് ശേഷം കഴിഞ്ഞ 2000 വർഷമായി നാം കരുണയുടെയും കൃപയുടെയും സമയത്താണ് ജീവിക്കുന്നത്. അനുദപിക്കുകയും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് രക്ഷയുടെ അനുഭവം സാധ്യമാകുന്നു. മൂന്നാമതായി, അവൻ താഴ്മയും എളിമയുമുള്ള രാജാവാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെയിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതെയിരുന്നു. കഷ്ടപ്പാടുകളുടെ മധ്യത്തിലും നിശബ്ദനായി നിന്നു. അതുപോലെ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത് ലോകരാജാക്കന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു എളിയ രാജാവിനെ പ്രതിഫലിപ്പിക്കുന്നു. സൗമ്യനും വിനയാനിത്യനുമായ രാജാവ്. നാലാമതായി, അവൻ ഉടമ്പടിയുടെ രാജാവാണ്. നമ്മുടെ ദൈവം സർവശക്തനും വലിയവനുമാണ്. വാഗ്ദാനങ്ങളിൽ സ്ഥിരതയുള്ള ദൈവമാണ്. തൻ്റെ ജനം സാത്താൻ്റെ ശക്തികളിൽ തടവുകാരായിരിക്കുമ്പോൾ തന്നിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ അവൻ അവരെ പുനഃസ്ഥാപിപ്പിക്കുകയും ഇരട്ടിയായി അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. പാപികളായ നാം ഓരോരുത്തരും ദൈവത്തിൽ വിശ്വസിച്ച് അവങ്കിലേക്ക് മടങ്ങിച്ചേരണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്മേൽ അധികാരമുള്ള യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ തുറക്കുക. നാം ആയിരിക്കുന്ന ലോകത്തിൽ സമാധാനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ആയുധമായ വചനത്തിൽ മുന്നേറണം. ദൈവരാജ്യത്തിൻ്റെയും നിത്യജീവൻ്റെയും പ്രത്യാശയിൽ സാത്താൻ്റെ ശക്തികളിൽ നിന്ന് ജയിച്ച് പൂർണ്ണമായി വിമോചിതരാകുവാനും
നമ്മുടെ കർത്താവിനോടൊപ്പം എന്നേക്കും ജീവിക്കുവാനുമുള്ള രക്ഷയുടെ പാതയിൽ കൂടി കടന്നു പോകുവാനും ഈ ക്രിസ്മസ് നാളുകളിൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളോടുള്ള ആഴമായ സ്നേഹത്തിനും കരുതലിനുമായി നന്ദി കരയേറ്റുന്നു. താഴ്മയും വിനയവുമുള്ളവരായി ശ്രേഷ്ഠ ജീവിതം നയിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ.